ചീത്ത പറയലും, ശത്രുക്കളുടെ തെറി പറയലും, ശത്രുക്കളുടെ കല്ലേറും, ശത്രുക്കളുടെ തീവെക്കലും, ശത്രുക്കൾ ചെയ്യുന്ന അക്രമങ്ങളും അതെല്ലാം പടച്ച റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടാൻ കാരണമാകുമെന്നല്ലാതെ, സ്ഥാനം വർദ്ധിക്കാൻ കാരണമാകുമെന്നല്ലാതെ, അതാ അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി ദീനീ പ്രവർത്തനം നടത്തുന്ന വ്യക്തികൾക്ക് അതുകൊണ്ടൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ലാഭം ചെയ്യാൻ വകുപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോടൊന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോ, അതേ ഇൽമുഹു ബിഹാലി യുഗ്നീനി അൻ സുആലി, ഞാൻ ചോദിക്കേണ്ടതില്ലല്ലോ, എന്റെ കാര്യം എന്റെ റബ്ബിന് അറിയാമല്ലോ. ആ നിലക്ക് അല്ലാഹുവിൽ ലൈസ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തീയിലിട്ടപ്പോൾ നിങ്ങൾക്കറിയാം, ുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം വഅറാദൂ ബിഹി കൈദം ഫജഅൽനാഹുൽ അഖ്സരീൻ. ഈ എയർ കണ്ടീഷനാണ്, യാതൊന്നും സംഭവിച്ചിട്ടില്ല. സന്തോഷത്തോടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെടുകയാണ്. എന്നാൽ മുഅ്മിനീങ്ങളെ, അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ തങ്ങളുടെ അടുക്കലേക്ക് മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരുന്നു. കുട്ടിയായിരുന്ന സമയത്ത് ചട്ടിയിൽ അതാ എണ്ണയോ തിളക്കുന്ന വെള്ളമോ അങ്ങനെയുള്ള വസ്തു അതങ്ങനെ തന്നെ ശരീരത്തിലേക്ക് അങ്ങ് മറിഞ്ഞ് തീയങ്ങ് പൊള്ളിപ്പോയി. ഉമ്മയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നബിയേ, എന്റെ മകനിതാ പൊള്ളിക്കരിഞ്ഞു പോയി നബിയേ. അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൊണ്ട് ആ കരിഞ്ഞ സ്ഥലത്ത് അങ്ങട്ട് തടവുന്നു. അദ്ഹിബിൽ ബൈസ റബ്ബനാ, പ്രയാസം നീയങ്ങ് നീക്കണേ അല്ലാഹ്. കൈകൊണ്ടൊന്നങ്ങ് തടവിയപ്പോൾ പിന്നെ തീപ്പൊള്ളിയത് കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളിൽ കേട്ടിട്ടില്ലേ നിങ്ങൾ, അബൂ മുസ്ലിമിൽ ഖൗലവി റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ കാലത്തുള്ള ഒരു വലിയാണ്. തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. അസ്വദുൽ അൻസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ, ഞാനാണ് നബി എന്ന് പറഞ്ഞു വന്നവൻ, അവന്റെ കൊട്ടാരത്തിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് ഉറക്കെയങ്ങ് പറഞ്ഞപ്പോൾ, ഞാനും നബി തന്നെ, മുഹമ്മദും നബി തന്നെ എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചില്ല. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഞാനും റസൂലാണെന്ന് നീ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോ, ലാ അസ്മഉ, അത് കേൾക്കാൻ എനിക്ക് കാതില്ല, നിന്റെ വാക്ക് ഞാൻ കേൾക്കൂല എന്ന് പറഞ്ഞപ്പോ തീക്കുണ്ടാരത്തിലെറിഞ്ഞ് കരിക്കാൻ വിധിക്കപ്പെട്ടു. അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽപ്പെട്ട വലിയാണ്. അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളെ തീയിലേക്ക് അങ്ങ് കടന്നപ്പോ സുബ്ഹാനല്ലാഹ്, രോമം കത്തിയില്ല, കുപ്പായം കരിഞ്ഞില്ല. തീയിന്റെ ഉള്ളിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് സന്തോഷത്തോടെ തീക്കുണ്ടാരത്തിൽ ഇറങ്ങി വന്നപ്പോ മദീനയിൽ ഒരു സ്വീകരണം കൊടുത്തു. ആ സ്വീകരണത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഇരുത്തിയിട്ട് ഖത്താബിന്റെ വകയിൽ ഒരു സ്വാഗതം. അൽഹംദുലില്ലാഹില്ലദീ വഫഖനി ലിഅൻ അറാ من فعل به كما فعل الخليل إبراهيم. ഇബ്രാഹിം നബിയെ ചെയ്യപ്പെട്ടതുപോലെ ചെയ്തിട്ട് ഒന്നും സംഭവിക്കാതെ തിരിച്ചു വന്ന മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളെ കാണാൻ എനിക്കല്ല ഭാഗ്യം തന്നല്ലോ. അൽഹംദുലില്ലാഹ്.
സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഅ്ജിസത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളിൽപ്പെട്ട ആലിമീങ്ങൾക്ക് ഔലിയാക്കൾക്ക് തന്നെ അല്ലാഹ് കറാമത്തായി നൽകിയിരിക്കുന്നു. ഈ സംഭവം ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിന്റെ അൽ ഫുർഖാൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓ സഹോദരന്മാരെ, മറ്റുള്ള നബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വെച്ചാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടില്ലേ നിങ്ങൾ? കടലിൽ അല്ലാഹു ജല്ല ജലാലുഹു അവിടുത്തെ വടി കൊണ്ട് അതാ ഒന്നും അടിച്ചപ്പോൾ കടല് രണ്ട് ഭാഗത്തായി മല പോലെ മാറി നിന്നു. എന്നാൽ ഭൂമിയിലുള്ള വെള്ളമല്ലേ മാറി നിന്നത്? വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന വസ്തുവല്ലേ? എന്നാൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് മുശ്രിക്കീങ്ങൾ വന്നിട്ട് ഓ മുഹമ്മദേ, റസൂലാണെന്നതിന് തെളിവെവിടെ എന്ന് ചോദിക്കുമ്പോ ഒരു തെളിവിങ്ങി കാണിക്കൂന്ന് പറയുമ്പോ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വടി കൊണ്ട് തൊട്ടിട്ടില്ല, കൈകൊണ്ടത് ഒരൊറ്റ ചൂണ്ടലാണ്. എവിടെ? ചന്ദ്രനിലേക്കാണ് ചൂണ്ടിയത്. ബാബു സുആലിൽ മുശ്രിക്കീന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅറാഹും മിൻ ശിഖാഖിൽ ഖമരി. ഇമാം ബുഖാരി തന്നെ അധ്യായം കൊടുക്കുന്നു. മുശ്രിക്കീകൾ വന്നിട്ട് കാണിക്കൂറ് തെളിവെന്ന് പറഞ്ഞപ്പോ ഒരൽപ്പവും മടിയില്ലാതെ മഅ്ജിസത്ത് കാണിക്കുകയാണ്. മഅ്ജിസത്ത് കാണിക്കണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു എനിക്കതിന് കഴിവ് തരുമെന്ന് അവിടുന്ന് ഉറപ്പിച്ചിട്ടുള്ളതാണ്. സുന്നത്ത് ജമാഅത്ത് അംഗീകരിച്ച വിശ്വാസം അത് മാത്രമാണ്. ഇരിക്കട്ടെ, കൈകൊണ്ടങ്ങ് ചൂണ്ടുമ്പോൾ ചന്ദ്രനതാ പിളർന്നു നിൽക്കുന്നു. മൂസാ നബിക്ക് മാറി നിന്നത് പിളർന്നു നിന്നത് വെള്ളമാണെങ്കിൽ, കടലാണെങ്കിൽ ഒരു വലിയ ഗോളമതാ പിളർന്നു നിൽക്കുന്നു. ഇനിയും നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അമ്പിയാക്കളും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമീപത്ത് അനുയായികൾ എന്ന് പറയുന്ന മൂസാ നബിയെ ദാഹിക്കുന്നു, വെള്ളമില്ല, വെള്ളം വേണം. ഖുർആനിൽ അല്ലാഹു തആല ആ ഇസ്തിഗാസയുടെ സംഭവം എടുത്തുദ്ധരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മൂസാ നബിക്ക് നമ്മൾ വഹയറിയിച്ചു. മൂസാ നബിയുടെ ജനങ്ങൾ വന്നിട്ട് വെള്ളത്തിന് തേടി മൂസാ നബിയോട്, അമ്പിയാക്കളോടും ഔലിയാക്കളോടും തേടുക, അവരുടെ അനുയായികൾ തേടുക എന്നത് ഖുർആൻ അംഗീകരിച്ചതാണ്. അങ്ങനെ തേടിയാൽ ഇസ്ലാമെന്ന് പുറത്താണെന്ന് പറയുന്നവൻ ഖുർആനിന്റെ വിരോധിയാണ്. അവൻ അല്ലാഹുവിന്റെ ദീന് പഠിക്കാത്തവനാണ്. അല്ലാഹു മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, അല്ലാഹ് മാത്രമേ തടയുന്നവനുള്ളൂ. പക്ഷെ അല്ലാഹുവിന്റെ കൊടുതിക്ക് നിമിത്തങ്ങളായി, കാരണങ്ങളായി അല്ലാഹു നിശ്ചയിച്ച അമ്പിയാക്കളോട് ഔലിയാക്കളോട് തേടുന്നവൻ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് പറയുന്നവൻ പരിശുദ്ധ ഖുർആനിന്റെ വിരോധിയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വിരോധിയാണ്, അമ്പിയാക്കൾക്ക് തൗഹീദ് അറിയില്ലെന്ന് പഠിപ്പിക്കുന്നവനാണ്. മൂസാ നബിയോട് വന്ന് വെള്ളത്തിന് തേടിയപ്പോൾ അല്ലാഹു തആല വഹി അറിയിക്കുന്ന മൂസാ നബി അനിമുരിബ്ബിയസാക്കൽ ഹജറ, നിങ്ങളാ പാറക്കല്ലിന് വടികൊണ്ടടി കൊടുക്കൂ മൂസാ നബിയെ. മൂസാ നബി അലൈഹിസ്സലാം ഒരൊറ്റ അടി അങ്ങ് കൊടുക്കുന്നു. പാറക്കല്ലിന് ഫംബദസത് മിൻഹു സനത ഐന. സൂറത്തുൽ അറാഫിൽ അല്ലാഹു പറയുന്നു 12 അരുവികളതാ, 12 ഉറവുകളതാ പാറക്കല്ലിൽ നിന്ന് വെട്ടിയൊലിക്കുന്നു. ഓരോരുത്തർക്കും മൂസാ നബി അലൈഹിസ്സലാമിനോട് വെള്ളത്തിന് തേടിയവർക്കൊക്കെയും വെള്ളം കൊടുത്തിരിക്കുന്നു. കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ്, മൂസാ നബി മുഖേനയാണ്. എന്നാൽ സഹോദരന്മാരെ, വെള്ളം തീരെയില്ലാതെ, അല്പവും വെള്ളമില്ലാതെ ദാഹിച്ച് വിഷമിച്ച്, അതേ ഒളിവ് ചെയ്യാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. അപ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങളുടെ സഹാബത്ത് വന്ന് സങ്കടം പറയുന്നു. ദാഹത്തിന്റെ കാഠിന്യത്താൽ നബിതങ്ങളോട് വേവലാതിപ്പെടുന്നു, നബിതങ്ങളോട് ഇസ്തിഗാസ ചെയ്യുന്നു, നബിതങ്ങളോട് തേടുന്നു. അപ്പൊ എന്താ ചെയ്തത്? ഓ മുസ്ലിമീങ്ങളെ, അതാ പാറയിൽ നിന്ന് പൊട്ടിയൊരിക്കൽ വെള്ളം സാധാരണ നമ്മൾ കാണുന്നതല്ലേ? വെള്ളം പല പാറകളിൽ നിന്നും പൊട്ടിയൊരിക്കൽ ഭൂമിയിൽ നമ്മൾ കാണാറുള്ളതല്ലേ? എന്നാൽ അത് മൂസാ നബി അലൈഹിസ്സലാമിന് അത്ഭുതകരമായ മുഅ്ജിസത്തായി അവിടുന്ന് അടിച്ചപ്പോൾ പാറയിൽ വെള്ളം പൊട്ടിയൊലിച്ചതാണ് മുഅ്ജിസത്തെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കയ്യിന്റെ വിരലിൽ നിന്ന് വെള്ളം പൊട്ടിയൊലിക്കുക. ഏത് വെള്ളം? ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള വെള്ളം, ഏറ്റവും ശുദ്ധമായ വെള്ളം, ഏറ്റവും ശമനമുള്ള വെള്ളം. സുബ്ഹാനല്ലാഹ്. കയ്യിന്റെ വിരലൊരു ചെറിയ പാത്രത്തിൽ അങ്ങ് വെച്ചു കൊടുത്തപ്പോ ഫജഅലൽ മാഉ യഫൂറു മിൻ ബൈനി അസ്ഹാബിഹി, അവിടുത്തെ കയ്യിന്റെ വിരലിലൂടെ അതോ ശുദ്ധമായ വെള്ളം പൊട്ടിയൊലിക്കുന്നു. നൂറുകണക്കിന് സഹാബത്ത് കുടിക്കുന്നു, നൂറുകണക്കിന് സഹാബത്ത് കുളിക്കുന്നു, ഒലെടുക്കുന്നു. എല്ലാവർക്കും കയ്യിന്റെ വിരലിലൂടെ വെള്ളം തന്നെ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തിനെ മുഴുവനും മറികടക്കുന്ന മുഅ്ജിസത്ത്. ഇനി നിങ്ങൾ കണ്ടോ സഹോദരന്മാരെ? പറഞ്ഞാലുണ്ടോ തീരുന്നു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വടിയതാ പാമ്പായിട്ട് രത്നത്ത് വരുന്നു. മുഅ്ജിസത്തായി വടി പാമ്പാകുന്നു. എന്നാൽ അബൂജഹൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു കല്ലെടുത്തെറിയാൻ വേണ്ടി കയ്യിൽ നോങ്ങിയപ്പോൾ അതാ കാണുന്നു കയ്യിന്റെ മേലെ, ചുമരിന്റെ മേലെ രണ്ട് വലിയ സർപ്പങ്ങൾ നിൽക്കുന്നു. അബൂജഹൽ ഓടിയ സ്ഥലത്ത് പുല്ല് മുളച്ചിട്ടില്ല കേട്ടോ. ഇമാം റാസി എടുത്തുദ്ധരിക്കുന്നു. എന്നാൽ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തായി ദാവൂദ് നബിയുടെ കൂടെ പർവ്വതങ്ങൾ തസ്ബീഹ് ചൊല്ലിയതായി ഖുർആനിലുണ്ട്. എന്നാൽ അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ മാത്രമല്ല അവിടുത്തെ സഹാബത്തിന്റെ കയ്യിലും കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്. അവിടുന്ന് സഹാബത്ത് പറഞ്ഞു, അതിന് മസൂദ് തങ്ങളെ പോലുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഫ്ലൈറ്റിന്റെ തസ്ബീഹ് ഞങ്ങൾ കേൾക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്. എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു മുഴുവൻ അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളെ മറികടക്കുന്ന മുഅ്ജിസത്തുകൾ നൽകിയത്. മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അന്നീ യഖ്ലുഖു ലക്കും മിനത്ത്-തീനി കഹൈഅത്തി-ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു തയ്റൻ ബിഇذനില്ലാഹ് വഉബ്രിഉ ലക്കും വൽ-അബ്റസ വഉഹ്യിൽ മൗതാ ബിഇذനില്ലാഹ് വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തായ ഖുർആൻ പറഞ്ഞു, വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തുന്നു. അതുപോലെ മരിച്ചുപോയവരെ ഹയാത്താക്കി കാണിക്കുന്നു. അങ്ങനെയുള്ള വലിയ വലിയ മുഅ്ജിസത്തുകൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല നൽകി. എന്നാൽ സഹോദരന്മാരെ, അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാര് സൽക്കാരത്തിന് വിളിച്ചു. എന്നിട്ട് ആട്ടിന്റെ മാംസത്തിൽ നഞ്ഞി ചേർത്ത് കൊണ്ട് കൊടുത്തു. ആ നഞ്ഞി ചേർത്ത് കൊടുത്തിട്ടുള്ള ആട്ടിന്റെ മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊള്ളയിരിട്ട് കഴിക്കുമ്പോൾ അതാ ആ മാംസത്തിന്റെ കഷ്ണം ജീവൻ വെക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുന്നു, നബിയെ എന്നിൽ വിഷം ചേർത്തിട്ടുണ്ട്. അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം
യഹൂദികളെ വിളിച്ചു ചോദിക്കുന്നു, നിങ്ങൾ പറയൂ, നിങ്ങൾ ഈ മാംസത്തിൽ വിഷം ചേർത്തിട്ടില്ലേ? അവര് പറഞ്ഞുകൊണ്ട് ഉണ്ട് എന്നും ചേർത്തു. നിങ്ങൾ നബിയാണോ എന്ന് പരിശോധിക്കാൻ ചേർത്തതാണ്. നബിയാണെങ്കിൽ നിങ്ങൾക്കൊന്നും പറ്റൂലല്ലോ, അല്ലെങ്കിൽ ഇതോടുകൂടെ വിഷയം തീരക്കേത് മനസ്സിലാക്കിയ അതവരെ തട്ടിപ്പിന്റെ മറുപടിയാണ്. എന്നുവാകട്ടെ ആട്ടിന്റെ കഷ്ടിയും സംസാരിക്കുന്നു. കണ്ടോ, ഒരു മരിച്ച മയ്യത്തിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ പോയി. മയ്യത്തൊക്കെ മറമാടി വരുമ്പോ മരിച്ചുപോയ ആളുടെ ഭാര്യ ഒരാളെ പറഞ്ഞയച്ചിരിക്കും. നബിയെ വീട്ടിൽ ഒരു ചെറിയ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, മരിച്ച വീട്ടിൽ, അത് വന്ന് കഴിക്കണം, സ്വഹാബത്തും വരണം. മരിച്ച അന്ന് തന്നെ മരിച്ച വീട്ടിൽ ഭക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ക്ഷണം സ്വീകരിച്ചു. ചില അന്ധവിശ്വാസികളുണ്ട്, പഴയ കാലത്തും പുതിയ കാലത്തും കണ്ട് ജനിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്ത ചില ആളുകൾ, പെറ്റെടുത്തുനിന്ന് തിന്നൂല, അങ്ങനെ പറയുന്ന അന്ധവിശ്വാസികളുണ്ട്. ചിലർ മരിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല, അതിനേക്കാൾ വലിയ അന്ധവിശ്വാസികൾ. ഇസ്ലാമിൽ അങ്ങനത്തെ അന്ധവിശ്വാസമൊന്നുമില്ല. മരിച്ച മയ്യത്തിന്റെ പേരിൽ ധർമ്മം ചെയ്യുന്നതിൽ ലോകത്ത് ഒരു പണ്ഡിതനും തർക്കമില്ല. സുന്നത്താണ്, മയ്യത്തിന് ഫലം കിട്ടുന്നതാണ്. ഭക്ഷണമാകുമ്പോൾ അത് ഏറ്റവും ബഹുമാനമുള്ള സദഖയാണ്. വെള്ളവും ഭക്ഷണവും കൊടുക്കൽ, മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ചെയ്തതാണ്. 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ മരിച്ചത് മുതൽ സഹാബത്ത് ഭക്ഷണം കൊടുത്തു വന്നിട്ടുണ്ട്. അത് മക്കയിലും മദീനയിലും 1000ഓളം കൊല്ലമായി തുടരുന്നുണ്ട് എന്ന് ഇമാം സൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പണ്ഡിതനും അതിൽ തർക്കമില്ലെന്ന് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ കുബ്രയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഇമാമിനും തർക്കമില്ലാത്ത സുന്നത്താണ് മരിച്ച മയ്യത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുക്കുകയെന്നത്. എന്നാൽ മുസ്ലിമീങ്ങളെ, അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരിച്ച വീട്ടിലുണ്ടാക്കിയ ഭക്ഷണത്തിനു വേണ്ടി സ്ത്രീ ആളെ പറഞ്ഞേച്ച് വിളിച്ചപ്പോൾ, ഭർത്താവ് മരിച്ച സ്ത്രീ ആളെ പറഞ്ഞേച്ച് വിളിച്ചപ്പോൾ, വാസ്തവത്തിൽ നിങ്ങൾ ചിന്തിക്കണം, ഒരു ഭർത്താവ് മരിച്ച ഭാര്യക്കാണ് ഏറ്റവും വലിയ ദുഃഖവും വേദനയും വിഷമവും ഉണ്ടാവുക. കാരണം ബാപ്പ മരിച്ചാലും എന്നെ സംരക്ഷിക്കാൻ ഭർത്താവുണ്ടെന്നൊരു തണല് ആ പെണ്ണിനുണ്ടാകും. നേരെ മറിച്ചൊരു ഭർത്താവ് പോയാൽ ഇനി പഠിച്ചവര് ആരാണ് എനിക്ക് തണല് എന്ന ചിന്ത ഒരു സ്ത്രീക്ക് സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും കുടുംബത്തെയൊക്കെ സംരക്ഷിച്ച് പോകേണ്ട സ്ത്രീയുടെ മനോവേദന ചെറുതായിരിക്കില്ല. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹബന്ധം എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത സ്നേഹബന്ധമാണ്. അതുകൊണ്ടാണ് ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ദുഃഖാചരണം ഇസ്ലാമിൽ പാടില്ലെന്നാണ് നിയമമെങ്കിലും ഭർത്താവ് മരിച്ചാൽ ഭാര്യ 4 മാസവും 10 ദിവസവും ദുഃഖാചരണം നടത്തണം എന്നാണ്. ആ ദുഃഖാചരണമാണ് 4 മാസവും 10 ദിവസവും ഇരിക്കുന്ന ഇദ്ദ. ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുന്നത് വരെ മതി. അല്ലെങ്കിൽ അവൾക്ക് 4 മാസവും 10 ദിവസവും ഭർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു അതാ എല്ലാ ആഡംബരങ്ങളും ഒഴിവാക്കി, സ്വർണം ഒഴിവാക്കി, ചെയിൻ ഒഴിവാക്കി, അലിക്കത്ത് ഒഴിവാക്കി, വള ഒഴിവാക്കി, അതുപോലെ ഭംഗിയുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കി, വെള്ളക്കുപ്പായവും വെള്ളത്തുണിയും ഉടുത്തു എവിടെയും പോകാതെ ഭർത്താവ് എവിടെയാണോ ഇരുത്തിയത്, മരിക്കുന്ന സമയത്ത് ഏത് വീട്ടിലാണോ താമസിക്കുന്നത് ആ വീട്ടിൽ തന്നെ താമസത്തിൽ വിഷമമില്ലെങ്കിൽ അവിടെ തന്നെ താമസിച്ച് എവിടെയും പോകാതെ ഭർത്താവ് മരിച്ചതിൽ 4 മാസവും 10 ദിവസവും ആ ഭർത്താവിനോടുള്ള സ്നേഹാദരവിനാൽ ദുഃഖത്തിന്റെ വിഷമം, ആ വിഷമം പ്രകടിപ്പിക്കുന്ന 4 മാസവും 10 ദിവസവും ഒരു ഭാര്യയെക്കൊണ്ട് വേറെ ആർക്കും ദുഃഖാചരണത്തിന് വകുപ്പ് ഇസ്ലാമിൽ ഇല്ല. എന്റെ സഹോദരിമാര് മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു ഭർത്താവ് ആക്സിഡന്റിൽ മരിച്ചാൽ, അല്ലാതെ മരിച്ചാൽ ഭർത്താവ് മരിച്ചപ്പോൾ അരിക്കത്തഴിക്കണം, അതേ വളവൂരണം, അതുപോലെ തന്നെ പൊന്നൂരി വെക്കണം, നിന്റെ കളറുള്ള വസ്ത്രം മാറ്റിവെക്കണം എന്ന് ആരെങ്കിലും പറയുമ്പോ അതിന് വൈമനസ്യം കാണിക്കുന്ന പെണ്ണുണ്ടെങ്കിൽ ഭർത്താവിനെ സ്നേഹിക്കുന്ന പെണ്ണല്ല, ഭർത്താവ് മരിച്ചതിൽ വേദനയുള്ള പെണ്ണല്ല. ഭർത്താവിന് മരിച്ചതിൽ വേദനയുള്ള പെണ്ണാണോ അവൾ ഉടനെ തന്നെ അതിന് തയ്യാറാകണം. അവിടെ ഈമാനാണ് നമുക്കുണ്ടാകുന്നത്.
നമുക്കുണ്ടാകേണ്ടത്, ഇസ്ലാമാണ് നമുക്കുണ്ടാകേണ്ടത്. പരിഷ്കാരത്തിന്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഇദ്ദ എന്ന് ചിന്തിക്കുന്ന പരിഷ്കാരത്തിന്റെ യുവാക്കളും പരിഷ്കാരത്തിന്റെ സ്ത്രീകളും ഉണ്ടിപ്പോൾ പലരും ടെലിഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, അലിക്കത്ത് മുറിക്കണോ, അതേ വളവൂരണോ, അല്ല കുപ്പായം മാറ്റണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇറങ്ങിയെന്ന് നടന്നാൽ എന്താണെന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം പണ്ടുകാലത്ത് കേട്ടിട്ടില്ല. നമ്മളെ മുൻഗാമികളായ ആളുകൾ അതിന് മടി കാണിച്ചിട്ടില്ല. ഇപ്പോൾ പരിഷ്കാരത്തിന്റെ പേരിൽ ഇരിക്കാൻ മടിക്കുന്ന ചില സ്ത്രീകളുണ്ട്. ഓ ഉമ്മമാരെ, നിങ്ങൾക്ക് സ്വർഗത്തിലും ഭർത്താവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ആ തീരുമാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം അംഗീകരിക്കുകയും ഭർത്താവിനോടുള്ള സ്നേഹം ആ 4 മാസവും 10 ദിവസവും പൂർണ്ണമായി ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രകടിപ്പിക്കുകയും വേണം കേട്ടോ. നേരെ മറിച്ച് ഭർത്താവ് മരിച്ചാൽ നിങ്ങൾ മയ്യത്തിന്റെ കൂടെ പോകണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഭർത്താവ് മരിച്ചാൽ നിങ്ങളതാ ഭർത്താവിന്റെ മയ്യത്ത് കുളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ മയ്യത്തിന്റെ കൂടെ പോകണം എന്ന് പറഞ്ഞിട്ടില്ല. ഭർത്താവിന് മയ്യത്ത് നിസ്കരിക്കണം എന്നും പറഞ്ഞിട്ടില്ല. നിസ്കരിക്കാനുള്ള കൽപ്പനയും മയ്യത്തിന്റെ കൂടെ പോകാനുള്ള കൽപ്പനയും കുളിപ്പിക്കാനുള്ള കൽപ്പനയൊക്കെ പുരുഷന്മാരോടാണ്. സ്ത്രീകളോട് അങ്ങനെ ഒരു കൽപ്പനയില്ല. ഏതെങ്കിലും ഒരു സ്ത്രീ പുരുഷൻ നിസ്കരിക്കുമ്പോൾ അവന്റെ പിന്നിൽ നിന്ന് മയ്യത്ത് നിസ്കരിച്ചാൽ അതൊരു കുറ്റമല്ല, തെറ്റല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഭർത്താക്കന്മാർ മരണപ്പെട്ടാൽ 4 മാസവും 10 ദിവസവും ഇദ്ദയിക്കുക എന്നതിന്റെ പ്രസക്തി അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണെന്ന് ഓർമ്മിക്കണം. പരിഷ്കാരത്തിന്റെ പേരിൽ ആ പെണ്ണിനെയും പുരുഷന്മാരെ മുന്നിലേക്ക് വലിച്ചു കൊണ്ടുവന്നു, ഭർത്താവ് മരിച്ച പെണ്ണിനെയും കൊണ്ടുവന്ന് അന്യാണുങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നു മയ്യത്ത് സംസ്കരിപ്പിക്കാൻ തിരക്ക് കൂട്ടുന്ന ചില വിവരം കെട്ടവരുണ്ട്. അതിനു പകരം ആ പെണ്ണിനെ ഒരാളും കാണാതെ ഇരുത്തുകയാണ് ആ വീട്ടിൽ. അവൾക്ക് അതാ ദുഃഖവിതരണമായി 4 മാസം അവിടെ തന്നെ ഇരുത്താനാണ് ശ്രമിക്കേണ്ടതെന്നും ആഭരണങ്ങൾ കൈയൊഴിക്കുകയാണ് വേണ്ടതെന്നുമുള്ള ഇസ്ലാമിന്റെ നിയമം നിങ്ങൾ ഓർമ്മിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി പറയുകയാണ്. പുരുഷന്മാർ നിസ്കരിക്കാതെ സ്ത്രീകൾ അതാ ആദ്യം തന്നെ മയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം സഹീഹേ അല്ല, നിസ്കാരം ശരിയും അല്ല, അത് ബാത്തിലുമാണെന്ന് പണ്ഡിതന്മാർ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് പുരുഷന്മാർ നിസ്കരിക്കുമ്പോൾ അന്യപുരുഷന്മാർ കാണാതെ തൊടാതെ ഏതെങ്കിലും